സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം. പൈതൽ വളർന്ന ശേഷം അവൾ അവനെ ഫറവോൻ്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശെ എന്ന് പേരിട്ടു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം മോശയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു തിരുവചനമാണ്. ഈ മോശെ ജനിച്ച കാലഘട്ടം മിസ്രൈമിലെ രാജാവായ ഫറവോൻ ദേശത്ത് ഒരു കഠിനമായ നിയമം പുറപ്പെടുവിച്ചിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ജനസംഖ്യ കുറയ്ക്കുവാനായിട്ട് പിറക്കുന്ന ആൺകുട്ടികളെയെല്ലാം കൊന്നുകളയണം എന്നായിരുന്നു ആ നിയമം. ആ കഠിനമായ നിയമം നിലവിലിരിക്കുന്ന സമയത്താണ് മോശെ പിറക്കുവാനിടയായത്. അതുകൊണ്ട് തന്നെ മോശയുടെ മാതാപിതാക്കൾക്ക് അവനെ പരസ്യമായി വളർത്തുവാനായിട്ട് സാധിച്ചില്ല. കുറേ നാൾ രഹസ്യമായി വളർത്തുവാനിടയായി. പിന്നത്തേതിൽ അവനെ ഉപേക്ഷിക്കുകയാണ്. എന്നാൽ ആ മോശയെ ഉപേക്ഷിച്ചത് അവനെ രക്ഷിക്കും വിധത്തിലായിരുന്നു. ഒരു ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി അതിന്മേൽ അവനെ കിടത്തി ഫറവോൻ്റെ പുത്രി അഥവാ മിസ്രൈം രാജാവായ ഫറവോൻ്റെ പുത്രി കുളിക്കാൻ വരുന്ന കുളിക്കടവിൽ ഈ പൈതലിനെ മോശയുടെ സഹോദരി മുഖാന്തരം ഞാങ്ങണപ്പെട്ടിയിൽ ഉപേക്ഷിക്കുകയാണ്. ഫറവോൻ്റെ പുത്രി തോഴിമാരുമായി കുളിക്കുവാൻ വരുമ്പോൾ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. ആ കരച്ചിലെന്ത് എന്ന് ചെന്ന് നോക്കുവിനെന്ന് ഫറവോൻ്റെ പുത്രി തോഴിമാരോട് പറയും. തോഴിമാർ ചെന്ന് നോക്കിയപ്പോൾ ഒരു എബ്രായ ബാലൻ കാണുകയാണ്. അത് മോശയായിരുന്നു. ആ കുഞ്ഞ് കരയുകയാണ്. അതിൻ്റെ കരച്ചിൽ കേട്ട് മനസ്സലിഞ്ഞ് ഫറവോൻ്റെ പുത്രി ആ കുഞ്ഞിനെ രക്ഷിക്കുവാൻ തീരുമാനിക്കുകയാണ്. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവൾ അവന് മോശെ എന്ന പേരിട്ടു. നമ്മെ ദൈവം രക്ഷിക്കുന്ന വിധമാണ് ഇവിടെ നാം കാണുന്നത്. അഥവാ ഒരു മനുഷ്യനെ ദൈവം രക്ഷിക്കുന്ന വിധമാണ് ഇവിടെ നാം കണ്ടത്. എത്രയോ സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന്, അത് രോഗത്തിൻ്റെയോ വ്യാധിയുടെയോ അപകടത്തിൻ്റെയോ മറ്റു പലവിധ കഷ്ടനഷ്ട ശോധനകളിലൂടെയൊക്കെ നാം കടന്നുപോയ സമയം ഇതുപോലെ നമ്മെയും വലിച്ചെടുത്ത് രക്ഷിച്ചില്ലയോ? തീർച്ചയായും ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാവുന്നു. അവിടുന്ന് നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ആമേൻ.
ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. താഴ്ചയിലെനിക്കവൻ തണലേകി, താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും എൻ മനം സ്വർഗ സന്തോഷത്താൽ. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും എൻ മനം സ്വർഗ സന്തോഷത്താൽ. കാണാതാഴിയിൽ വലയുവോരേ, കരുണയെ കാക്ഷിക്കും മൃതപ്രായരേ. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. വരികവൻ ചാരത്തു ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. നമുക്കു മുൻ ചൊന്ന വിശുദ്ധന്മാരാൽ അലങ്കൃതമായ തിരുവചനം, അനുദിനം തരുമവൻ പുതുശക്തിയാൽ. അനുഭവിക്കും അതിസന്തോഷത്താൽ, അനുദിനം തരുമവൻ പുതുശക്തിയാൽ. അനുഭവിക്കും അതിസന്തോഷത്താൽ. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു.